ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ആരും യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ, അതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ മറ്റു ചില ഗെയിംസ്, അതായത് ഈ ഒരു കമ്പനിയുടെ തന്നെ മറ്റു ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഇതിനുമ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നമുക്ക് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതും സിമ്പിളായിട്ടുള്ള ഗെയിംസ് കളിച്ചിട്ട്, അതുപോലെ നമുക്ക് റെഫർ ചെയ്തിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും അത്യാവശ്യം ചെറിയൊരു എമൗണ്ടെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സൈനിങ് അപ്പ് വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ആപ്ലിക്കേഷനിലൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും സിമ്പിളായിട്ടുള്ള ഗെയിം. ഈ ഗെയിമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കളിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗെയിം വരുന്നത്. നിങ്ങൾക്ക് സിമ്പിളാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ ഈ ഒരു ഗെയിമിൽ വരുന്നുള്ളൂ. സോ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. സോ നമുക്കൊരു യുദ്ധം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഗെയിമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, തോട്ടുണ്ട്, നമ്മൾ ഫെയിൽഡായി. സോ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഗെയിം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല കോയിൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് പിന്നെ ഈ ഒരു ഗെയിം കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം. ഓക്കെ, നമുക്കിത് നമ്മുടെ ടീം അംഗങ്ങൾ ഇവിടെ ഉണ്ട്. സോ നമ്മളവരെ നമ്മുടെ ടീമിൽ കൂട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക, പ്ലേ ചെയ്യാം. സോ നമ്മളെ ഇത് സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും. ഇത് കളിക്കാനും പറ്റും നല്ല രീതിയിൽ. കൂടുതൽ നേരം നിങ്ങൾക്ക് കളിക്കാം. സോ നമ്മളെ മെമ്പേഴ്സിനെ നമ്മളിങ്ങനെ കൂട്ടണം ഈ ഒരു ഗെയിമിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേഞ്ചറാണ്. ഓക്കെ, നമ്മളെ കൊല്ലാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം പവർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഗെയിം എന്തായാലും എൻജോയ് ചെയ്ത് കളിക്കുക. അതാണ് പിന്നെ ഈ ഒരു ഗെയിം കൊണ്ടുള്ള പ്രത്യേകത. നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കളിക്കുന്നത് നിങ്ങൾ കാണുക. സോ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക് ഉള്ള പോലെയൊക്കെ തോന്നും, ബട്ട് വലിയ ടാസ്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ എന്തായാലും അത്യാവശ്യം കോയിൻസ് ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 30 കോയിൻസ് ഞാൻ ഒരൊറ്റ കളിയിൽ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗെയിം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിതിനു മുമ്പ് കളിച്ചിട്ടുള്ള മറ്റ് ഗെയിമിൻ്റെ പോലെയല്ല. ഇതെന്തായാലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഓക്കെ, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇതൊരു തവണ കളിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കളിച്ചു പോകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാനും നല്ല രീതിയിൽ ഗെയിം കളിക്കാനും പറ്റും. സോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്തായാലും കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ലെവൽ 1 ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായി പോവുകയാണ്. സോ ഏകദേശം 70 കോയിൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ എമൗണ്ടായിട്ട് കൺവേർട്ട് ആവും. അതാണ് പിന്നീടുള്ളൊരു പ്രത്യേകത. എല്ലാ കോയിൻസും എന്താവും, എമൗണ്ടായിട്ട് കൺവേർട്ട് ആവും. സോ നമ്മളിങ്ങനെ ചുറ്റി പോവുക, ജസ്റ്റ് നമ്മുടെ ശത്രുക്കളെ ജസ്റ്റ് എന്നിങ്ങനെ വെട്ടി വെച്ച് കൊള്ളുന്ന ഗെയിമാണ്. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താവും, എക്സ്ട്രാ ഓരോ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കിട്ടും. സോ നമ്മളെന്തായിട്ടുണ്ട്, വിന്നിങ് ആയിട്ടുണ്ട്. സോ അടിപൊളി ഗെയിമാണ്. സോ ഏകദേശം 104 കോയിൻസും 85 കോയിൻസ് അതിനോടൊപ്പം എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് എന്തായിട്ടുണ്ട്, ഏകദേശം ഒരൊറ്റ മിനിറ്റിനുള്ളിൽ തന്നെ അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഗെയിം. ഞാനൊരു റൗണ്ട് കൂടി ലെവൽ 2 കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരൊറ്റ അടിക്ക് തന്നെ മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ലെവൽ കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റു ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ സമയത്ത് തന്നെ ഇതുപോലത്തെ ഗെയിംസൊക്കെ അതിലുണ്ട്. പക്ഷേ ഇത്ര അടിപൊളിയായിട്ടുള്ള ഗെയിംസ് അതിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ലാസ്റ്റായിട്ട് ഇറക്കിയ ഒരു അടിപൊളിയായിട്ടുള്ള ഗെയിമാണിത്. സോ ഇതിനു മുമ്പ് ഇവരിതേപോലെ കാറിൻ്റെ ഗെയിംസായിട്ടും അതുപോലെ മറ്റു ഒരുപാട് ഗെയിംസ് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തും നമ്മൾ എന്തായിട്ടുണ്ട്, നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ എത്രത്തോളം എനിമീസിനെ നമ്മൾ കില്ല് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് അത്യാവശ്യം എമൗണ്ട് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം എനിമീസിനെ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ടോ അതിനെ വെയിറ്റ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ലെവൽ 2 ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ അപ്പം നമ്മളെന്തായാലും വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഗെയിം സിമ്പിളാണ്. സോ അത്യാവശ്യം നിങ്ങൾ തന്നെ ഇപ്പം ഞാൻ പ്ലേ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും കളിക്കാൻ തന്നെ തോന്നിക്കാണും. സോ അത്രയും സിമ്പിളായിട്ടുള്ള ഗെയിമാണ് എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഇതിൽ നമുക്ക്
ജസ്റ്റ് ഈ ഒരു ലെവലിൽ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. സോ അഗെയിൻ നമ്മൾ വിക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ രണ്ടാമത്തെ ലെവൽ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെവലിൽ നമുക്ക് അത്യാവശ്യം കോയിൻസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യും. ഇനി നമ്മൾ വിഡ്രോവലിൻ്റെ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ USDT വഴി നമുക്ക് വിഡ്രോ ചെയ്യാം, പേപ്പാൽ ത്രൂ വഴി വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ് കോയിനൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ റെഫറൽ കോഡ് എന്ന ഓപ്ഷൻ കാണാൻ, നിങ്ങൾ റെഫർ ചെയ്യുക, ഏൺ ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.